നോമ്പായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോമ്പ് കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തലശ്ശേരി സ്റ്റൈലിലുള്ള നോമ്പ് കഞ്ഞിയാണ്. നോമ്പ് ഇല്ലാത്തവർക്കും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി തന്നെയാണിത്. സോ നോമ്പ് കാലത്ത് ഇത് കുടിക്കുന്നത്, അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഇത് കുടിക്കുന്നതും വളരെ നല്ലതാണ്. ശരീരത്തിന് മൊത്തത്തിൽ നല്ല തണുപ്പ് കിട്ടും, നല്ല ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ജീരകക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡാണ്. ജീരകക്കഞ്ഞിയുടെ റെസിപ്പി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ 2 കപ്പ് നുറുക്കരി ബ്രോക്കൺ റൈസ് എടുത്തിട്ടുണ്ട്. ഞാനതിങ്ങനെ റെഡ് കളറുള്ള റൈസിൻ്റെയാണ് എടുത്തിട്ടുള്ളത്, അതായത് മട്ട റൈസിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് അറ്റ്ലീസ്റ്റ് 1 കപ്പ് തേങ്ങ എടുക്കണം, നന്നായിട്ട് ചിരകിയത്. കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂണോളം ആശാളി എടുത്തിട്ടുണ്ട്. ഇതാണ് ആശാളി എന്ന് പറയുന്നത്. എള്ള് പോലെ ഇരിക്കും, പക്ഷേ കളർ ചേഞ്ച് ഉണ്ട്, ബ്രൗൺ കളറാണ്. ശരീരത്തിന് നല്ല പോലെ തണുപ്പ് തരാനായിട്ട് ഹെൽപ്ഫുള്ളാണിത്. പിന്നെ ഉലുവ ഒരു 1/2 ടേബിൾ സ്പൂണോളം മതിയാവും. ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പായി പോവും. അപ്പോൾ ഉലുവയും നല്ലതാണ്, ശരീരത്തിന് തണുപ്പൊക്കെ തരാനും. അത് മാത്രമല്ല ഒത്തിരി അധികം ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു 3 എണ്ണം വീതം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിത് കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്തു, ആശാളി ചേർത്തു, ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ല പോലെ അങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറേ വട്ടം നല്ലപോലെ കഴുകണം. എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നല്ലപോലെ വൃത്തിയായിട്ടങ്ങ് കഴുകിയെടുക്കുക. അപ്പോൾ ഇതേപോലെ കഴുകിയെടുത്തതിലേക്ക് കല്ലുപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് എടുക്കുക. അതായത് ഇതിന് വേണ്ടത്ര ഉപ്പ് വേണ്ട, നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ എടുക്കുന്ന ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ അതിന് ശേഷം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും. എന്നിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കുക. ഞാൻ ഒരു 4 വിസിലൊക്കെ വെച്ച് അടുപ്പിക്കാറുണ്ട് കേട്ടോ. അതേ ടൈമിൽ തന്നെ ചിരകി വെച്ച തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ജീരകവും ചേർത്ത് കൊടുക്കാം. നല്ലൊരു യെല്ലോ കളർ വേണം നമ്മുടെ ഈ കഞ്ഞിക്ക് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു കഞ്ഞിയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. സോ ഞാനിത് ഓപ്പണാക്കി കാണിക്കാം. ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ വെള്ളം നല്ലപോലെ അങ്ങ് വറ്റിപ്പോയിട്ടുണ്ട്. കുക്കറിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ. സോ ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുത്താൽ മതി കേട്ടോ, കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറഞ്ഞ അളവിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒത്തിരി വെള്ളം വയ്ക്കാൻ പറ്റുള്ളൂ. ഒരു 2 കപ്പ് അരിയൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ഉള്ള കുക്കറാണ്, ചെറിയ കുക്കറാണെങ്കിൽ എന്തായാലും വറ്റിപ്പോവും. അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി. അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി അങ്ങ് കുറുകി വരും. സോ നമുക്ക് അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. മിക്സി ഒന്ന് കഴുകിയിട്ട്, ആ ജാറൊന്ന് കഴുകിയിട്ട് ഞാൻ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തപ്പോൾ കുറുകി തന്നെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കുറുകി വരുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കുറച്ച് കുറുകിയ രീതിയിൽ തന്നെ ഇരിക്കണതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ്. നല്ല യെല്ലോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് താളിച്ച് ചേർക്കുന്നത് നെയ്യിലാണ് കേട്ടോ. നെയ്യിൽ ചുവന്ന ഉള്ളിയും അതുപോലെ കറിവേപ്പിലയുമാണ് നമ്മളിതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് പോകുന്നത്. സോ ഞാനിവിടെ സെർവ് ചെയ്യുന്ന ബൗളിലേക്കാണ് ഇങ്ങനെ താളിച്ച് ചേർത്ത് കാണിക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ കഞ്ഞിയിലേക്ക് തന്നെ ഇട്ടാലും മതിയാവും.
സോ ഞാനിവിടെ ഒരു ചെറിയ പാത്രം അതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലൊരു ചെറിയ പാത്രം ഉണ്ടെങ്കിൽ താളിച്ചൊക്കെ ചേർക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്, ചായയൊക്കെ ചൂടാക്കുന്ന പാത്രമാണ് ആക്ച്വലി. നന്നായിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുത്തു, ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഗോൾഡൻ കളർ ആവുന്ന വരെ ആക്കുക. അതിനുശേഷം നമുക്ക് ആ കഞ്ഞിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഞാനിവിടെ ആ സെർവിങ് ബൗളിലേക്കാണ് ചേർത്ത് കൊടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തിക്കായിട്ടുള്ള കഞ്ഞി. നല്ല മണവും നല്ല രുചിയുമാണ്. ഈ നെയ്യിൽ ഉള്ളിയൊക്കെ വറുക്കുന്ന സമയത്ത് അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. സൂപ്പർ മണമാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. അത് ഈ കഞ്ഞിയിലേക്കും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഞ്ഞിക്ക് വരുന്നത്. കഞ്ഞിക്കാണെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ ടേസ്റ്റും വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട്, അതുപോലെ ഈ നെയ്യും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്ട്രാ ടേസ്റ്റും കൂടിയാണ്, പിന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കഞ്ഞി തന്നെയാണ്. ജീരക കഞ്ഞിയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതാണ് എന്തായാലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക അറിയാത്തവർക്ക്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, എൻജോയ് യുവർ ലൈഫ്.